ഞാൻ ഡോക്ടർ ആനി കുര്യൻ താടിക്കാരൻ, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പേരാമംഗലം, തൃശ്ശൂർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലേബർ ഇൻഡക്ഷനെ പറ്റിയാണ്, പ്രസവവേദന വരുത്തുന്ന ക്രിയയെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രസവവേദന വരുത്തുന്നത്? ഇപ്പോൾ കുറേ കാരണങ്ങളുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന പേഷ്യൻറ്റ് ഡേറ്റ് ആയിട്ടും വേദന ഇല്ലാത്തപ്പോൾ. നമ്മളിവിടെ ഇന്ത്യയിൽ ഡേറ്റ് കഴിഞ്ഞ് കൂടുതൽ വെയിറ്റ് ചെയ്യാറില്ല. വെയിറ്റ് ചെയ്താൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ബേബി ചിലപ്പോൾ മഷി ഇറക്കും. അതുകൊണ്ട് അത് നല്ലതല്ല. നമ്മൾ ഡേറ്റിന് അല്ലെങ്കിൽ ഡേറ്റിൻ്റെ പിറ്റേ ദിവസം നമ്മൾ മരുന്ന് വയ്ക്കും. പിന്നെ പ്രഷറുള്ളവരോ ഷുഗർ ഉള്ളവരോ വെള്ളം കുറവുള്ളവരോ കുട്ടിക്ക് വളർച്ച കുറവ്, അങ്ങനെയുള്ള കുറേ ഇൻഡിക്കേഷനുണ്ട് പ്രസവവേദന വരുത്താനുള്ളത്. അപ്പോൾ കുറേ രീതികളുണ്ട്, കുറേ മാർഗ്ഗങ്ങളുണ്ട്. ഏതാ നമ്മൾ ചൂസ് ചെയ്യുന്നത് അത് ഉള്ളു പരിശോധിച്ചിട്ട് PV ചെയ്തിട്ട് നമ്മൾ നോക്കും. അപ്പോൾ ഗർഭപാത്രം ഒട്ടും വികസിച്ചിട്ടില്ലെങ്കിൽ ഫോളീസ് കാത്തീറ്റർ എന്ന് പറഞ്ഞൊരു ട്യൂബ് ഇടും. നമ്മൾ സാധാരണ മൂത്രസഞ്ചിയിലിടുന്ന ആ മഞ്ഞ ട്യൂബ്, അത് ഗർഭാശയ മുഖത്തിലോട്ട് കയറ്റിയിട്ട് അതിനൊരു ചെറിയ ബലൂണുണ്ട്. അതൊരു വലിയ ചെറുനാരങ്ങയുടെ സൈസ് വരെ അത് വീർപ്പിച്ചിട്ട് അത് വലിച്ചു വയ്ക്കും. അപ്പോൾ ഗർഭാശയ മോഹം പതുക്കെ വികസിക്കും. അതിനൊരു 12 തൊട്ട് 24 മണിക്കൂർ വരെ നമുക്കവിടെ അത് വയ്ക്കാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഒരു ദിവസം വൈകുന്നേരം വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ചിലപ്പോൾ അത് തന്നെ വീട് പോവും. അല്ലെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് വേദന വന്നിട്ട് കുറച്ച് വേദന ഉണ്ടെങ്കിൽ നമ്മൾ ഗ്ലൂക്കോസിൻ മരുന്ന് കയറ്റും. അത് പിറ്റോസിൻ എന്ന് പറയും. അത് പതുക്കെ 5 ഡ്രോപ്പ് വെച്ച് തുടങ്ങി പതുക്കെ അത് കൂട്ടാം, വേദന നല്ലോണം കൂടുന്നവരെ. ഇപ്പോൾ ഒട്ടും വികസിച്ചിട്ടില്ലെങ്കിൽ, ബലൂൺ വെച്ചിട്ടും കാര്യമായിട്ട് വേദനയോ വികസനമോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഗുളിക കൊടുക്കും. മീസോപ്രോസ് എന്ന് പറഞ്ഞ ഗുളിക, അത് യോനിയിൽ വെക്കാം അല്ലെങ്കിൽ കഴിക്കുന്ന. അത് എല്ലാ 3-4 മണിക്കൂർ കൊടുക്കും. മാക്സിമം ഒരു 4 ഡോസ് കൊടുക്കും. ഈ 4 ഡോസ് കൊടുത്തിട്ടും പെയിൻ ഇല്ലെങ്കിൽ നമ്മൾ പേഷ്യനെ അന്ന് വെറുതെ വിട്ടിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പിന്നെയും നമുക്കത് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഗർഭപാത്രം കുറച്ച് വികസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഫോളീസ് ബൾബ് ഇടേണ്ട ആവശ്യമില്ല. ഈ മീസോപ്രോസ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് സ്ട്രേറ്റ് അവേ കഴിക്കാനോ അല്ലെങ്കിൽ യോനിയിൽ വെക്കാൻ പറ്റും. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ 4 മണിക്കൂർ മാക്സിമം 4 ഡോസ് കൊടുക്കും. എന്നിട്ട് അന്ന് നിർത്തും. പെയിൻ ഇല്ലെങ്കിൽ അന്ന് നിർത്തിയിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം വയ്ക്കും. ഈ ഗുളികയ്ക്ക് പകരം ഒരു ജെല്ലുണ്ട്, സെവിപ്രൈം ജെല്ലെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചിലപ്പോൾ ഗർഭാശയ മുഖത്തിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യും. അത് വെക്കുന്നത് ഒരു 3 ഡോസ് വരെ വെക്കാം, എല്ലാ 6 മണിക്കൂർ ഇടവിട്ടിട്ട്. ജെല്ലിന് പകരം ഒരു ടേപ്പുണ്ട്. അതിൻ്റെ ഒരു ഗുണം ഒന്ന് വെച്ചാൽ പിന്നെ 24 മണിക്കൂർ അത് എടുക്കേണ്ട ആവശ്യമില്ല. 24 മണിക്കൂർ കഴിഞ്ഞ് അത് എടുത്താൽ മതി. ഇതൊക്കെയാണ് ലേബർ ഇൻഡക്ഷൻ്റെ മാർഗ്ഗങ്ങൾ.